ശിശുപാലന അവിടെ നിങ്ങളുടെ പുറപ്പെട്ട വലുതായിട്ടുള്ള വില്ല് എടുത്ത് നിർത്തി കടക്കിലെ ശക്തി മുഴുവൻ കൊടുത്ത തല വളയ്ക്കാനുള്ള ഭാവമായി. തല അധികം വളയാതിരിക്കാൻ വേണ്ടിട്ടായിരിക്കും ഒരു താങ്ങ് കൊടുത്തിരിക്കണല്ലേ. അത് ഒടിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവിടെ നിന്ന് ശിശുപാലനാകട്ടെ കുറെ നേരം ആ വില്ലിൽ അങ്ങനെ പിടിച്ചു എന്ന് മാത്രല്ല, ഇനി ഇത് വളയ്ക്കാൻ പുറപ്പെട്ട ഇത് വളയില്ല എന്ന് മാത്രല്ല, ഉള്ളിലുള്ളത് പലതും പുറത്തായി. ഒരു വില്ലവട വച്ച ശിശുപാലൻ മടങ്ങി. ഇത് കണ്ടു ജരാസന്ധൻ. ആഹാ, എങ്ങനെയാ വില്ല് കൊലപ്പിക്കുക, ലാക്ക് ഖണ്ഡിക്കുക, ഇതൊന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞ ജരാസന്ധൻ അവിടെ നിങ്ങൾ പുറപ്പെട്ടു. ജരാസന്ധൻ എന്ന് പറയുമ്പോൾ അനവധി പ്രായം കേട്ടോ ജരാസന്ധന്. ജരാസന്ധന്റെ പ്രായം ഏകദേശം പറയുകയാണെങ്കിൽ ജരാസന്ധന്റെ പുത്രിമാരാണ് ശ്രീകൃഷ്ണന്റെ അമ്മാവനായിട്ടുള്ള കംസന്റെ പത്നിമാര്. എത്ര പ്രായം ഉണ്ടെന്ന് നോക്കുക. എന്നാലും ഇപ്പോഴും മോഹത്തിനൊരു കുറവില്ല. കന്യക എനിക്ക് തന്നെ ഉറപ്പിച്ച് പരാക്രമം കൊണ്ട് അവിടെ അങ്ങോട്ട് പുറപ്പെട്ടോ. വലുതായിട്ടുള്ള വില്ല് എടുത്തു നിർത്തി കടക്കിലെ ശക്തി മുഴുവൻ കൊടുത്ത് പരാക്രമം അത്ര കണ്ടിട്ട് ആ പരാക്രമം കൊണ്ട് വില്ലിന്റെ തല പകുതി വളഞ്ഞു. വളയേണ്ട കാര്യമായിട്ടാ പകുതി വളഞ്ഞതും ഒന്നവിടെ അങ്ങനെ നിന്നൂട്ടാ. സന്തോഷായി, പകുതി വളഞ്ഞല്ലോ എന്ന് നിരീക്ഷട്ടാ. ഒന്നവിടെ നിന്നു എന്ന് മാത്രല്ല, പിന്നെ വില്ല് വളയണ്ടായില്ല. അങ്ങടല്ല ജരാസന്ധനാകട്ടെ കുറെ നേരം ഈ വില്ലിങ്ങനെ പിടിച്ചു നിൽക്കണോന്ന് മാത്രല്ല, ഈ ആളുകൾ ആക്ഷേപം പറയില്ലേ ഇത് നിർത്താറായി എന്നാ എനിക്ക് തോന്നണതേ. ഇനി അധിക നേരം ഇങ്ങനെ പിടിച്ചു നിന്നാൽ ഇവിടെ എത്ര ഉണ്ടാവും അറിയില്ല. കുറെ നേരം ഈ വില്ല് ഇങ്ങനെ പിടിച്ചു നിൽക്കണോന്ന് മാത്രല്ല, ഇനി ആരെങ്കിലും പറഞ്ഞാലോ എടോ ജരാസന്ധ ഒന്നുകിൽ ആ വില്ല് കൊലപ്പിക്കുക, ഇല്ലാച്ചത് അവിടെ വയ്ക്കുക എന്ന് പറഞ്ഞാൽ ആർക്കാ ചീത്തപ്പേര്. ജരാസന്ധനാകട്ടെ ആദ്യം പ്രയോഗിച്ച ആ ഒരു ശക്തി പിന്നെ പ്രയോഗിക്കാതെ കണ്ടായപ്പോൾ പകുതി വളഞ്ഞ വില്ല പെട്ടെന്ന് അങ്ങോട്ട് നിവർത്തോന്ന് മാത്രല്ല, ജരാസന്ധൻ വില്ലിന്റെ മുകളിൽ നമസ്കരിക്കണത് വീണതും ഒരു സമ്പാദ്യം ഉണ്ടായി. വായിൽ 1-2 വരി പല്ലുണ്ടായിരുന്നു. ആ പല്ല് മുഴുവൻ പുറത്തിയാടിയതാണ്. ജരാസന്ധൻ നോക്കിയപ്പോ ഈശ്വര, വില്ല് കൊലപ്പിക്കാൻ പോയിട്ടാ എന്റെ പല്ല് മുറിയെന്ന് പറഞ്ഞാൽ ആർക്കാ ചീത്തപ്പേര്. വായിൽ നിന്ന് പോയ പല്ല് വായിൽ തന്നെ കിടക്കട്ടെ. ഓരോരോ പല്ലായിട്ട് കുറയ്ക്ക് വായിലിട്ടു. 1 2 കുറെ പല്ല് വായിൽ പിടിച്ചു, കുറച്ച് കയ്യിലും പിടിച്ചു. അപ്പൊ ഒരു സംശയം തോന്നും, ഈ പല്ലൊക്കെ വായിൽ തന്നെയല്ലേ പോയതാ, പിന്നെ എന്താ വായി കൊള്ളാത്തതാ? ഈ ബ്രഹ്മാവ് പല്ലിങ്ങനെ അടുക്കി പൊറുക്കി വെച്ചിരിക്കണോണ്ടാ. ഇത് തല്ലി കുഴിച്ചിട്ടാൽ വായിൽ കൊള്ളില്ല. വേണച്ചൊന്ന് പരീക്ഷിക്കാട്ടോ, ഒന്ന് തല്ലി കുഴിച്ചിട്ട് നോക്കാം. അവിടെ കുറച്ച് പല്ല് കയ്യിലും പിടിച്ച് ഇനി ഇവിടെ നിന്നാ നേരെ ആവില്ലാന്ന് കണ്ട തല വളച്ചു പുറപ്പെട്ടു. വില്ലിന്റെ തലയോ അല്ല, അവനവന്റെ തല. അവനവന്റെ സ്വാധീനമായിട്ടുള്ള തലയുണ്ട്. ആ തല വളച്ച് അവിടെ നിങ്ങോട്ട് പുറപ്പെട്ടു എന്ന് മാത്രമല്ല, ഇത് കണ്ടു ചില ബ്രാഹ്മണര്. എടോ ജരാസന്ധൻ വില്ല് കൊലപ്പിക്കാൻ പോയിട്ടാ വറുത്തുപ്പേരി കഴിച്ചു. എന്തോ അദ്ദേഹം കഴിച്ചു. അതെന്താ പറഞ്ഞു വരാത്ത തീരുമാനിച്ചട്ടാ. ജരാസന്ധൻ പോകുന്ന വഴിയില് തൊഴുതു പിടിച്ചുകൊണ്ട ബ്രാഹ്മണരെ. അല്ല ജരാസന്ധ മഹാരാജാവ് എന്താ അങ്ങ് പുറപ്പെടാൻ തീരുമാനിച്ചതാ? വില്ലിൽ പരിശ്രമം പോരാഞ്ഞിട്ടോ അതോ കന്യകയിൽ മോഹം ചെയ്യാഞ്ഞിട്ടോ? യോഗ്യൻ ചോദിക്കാൻ പറ്റിയ സമയ. കന്യകയിൽ മോഹം ചെയ്യാഞ്ഞിട്ടോന്നോ? മോഹം കൊണ്ടാ പത്ര പകടായിരിക്കണത്. ഇത് ഇവരോട് ഉത്തരം പറയാനായിട്ട് സാധിക്കുന്ന വായില് പല്ലുള്ളത് കൊണ്ട് അവിടെ ഒന്നും മിണ്ടാനും പറ്റില്ല. അല്ല, ചോദ്യം മനസ്സിലായില്ല എന്നാ തോന്നുന്നത്. ഒന്നുകൂടെ ചോദിക്കാം. എന്താണ് പുറപ്പെടാൻ തീരുമാനിച്ചത്? കന്യകയിൽ മോഹൻ ചെയ്യാഞ്ഞിട്ടോ അതോ വില്ലിൽ പരിശ്രമം പോരാഞ്ഞിട്ടോ? 1-2 തവണ തിരിച്ചും മറിച്ചും ചോദിച്ചപ്പോൾ വായില് പല്ലുള്ള കാര്യം മറന്നു. പോയില്ലേ എന്ന് ചോദിച്ചത് ആദ്യം പോയതിന് പല്ല. എടോ വറുത്തുപ്പേരി അല്ല, പല്ലാണ്.
നമ്മുടെ കാര്യം കഴിഞ്ഞു എന്നാ ഇനി അവിടെ അങ്ങോട്ട് മാറാം. ആ ബ്രാഹ്മണരാകട്ടെ അവര് പതുക്കെ അവിടെ അങ്ങോട്ട് മാറി. എടോ ഇങ്ങനെ പോയാൽ നേരാവണ്ണാവില്ല. എല്ലാവരും വില്ലിൽ അസമർത്ഥരായിട്ടാ മടങ്ങണത്. കന്യകയ്ക്ക് അനുയോജ്യനായിട്ടുള്ള ഒരാളെ നമ്മൾ തന്നെ കണ്ടെത്തണം. ഇക്കൂട്ടത്തിൽ ആരാ ഉള്ളതാ നോക്കിയപ്പോഴാണ് സദസ്സില് തടിച്ചു പടുകൂറ്റനായിട്ടൊരു വിദ്വാൻ അവിടെ അങ്ങനെ ഇരിക്കണു. ആരാതാ നിശ്ചയ. അദ്ദേഹത്തിന്റെ ശരീരമൊക്കെ കണ്ടപ്പോൾ ബ്രാഹ്മണരാകട്ടെ എടോ ഈ വില്ലെന്നല്ല എത്ര വില്ലെടുക്കാനും പ്രാപ്തനായിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. എവിടെ? അദ്ദേഹത്തിനോട് ചെന്ന് ഒന്ന് പറയാം. ധാരാളം വേഷപ്രച്ഛന്നനായ ഭീമസേന. അതായത് ഭീമനാണോ എന്ന് ബ്രാഹ്മണർക്ക് നിശ്ചയം ചെയ്യാൻ. പാണ്ഡവര് അരക്കില്ലത്തിൽ കിടന്നു വെന്തു മരിച്ചു എന്നാ വാർത്തകൾ വ്യാപിച്ചിരിക്കുന്നത്. ഭീമന്റെ ശരീരമൊക്കെ കണ്ടതും അവിടെ നിന്ന് ബ്രാഹ്മണന് പുറപ്പെട്ട ഭീമന്റെ അടുത്ത് വന്ന പ്രകാരം അറിയിക്കാൻ തീരുമാനിച്ചു. എന്താണോ വിളിക്കുക? പേര് നിശ്ചയം ചെയ്യാൻ. പേര് നിശ്ചയം ചെയ്യാൻ ഒരു പേരിടുക. പേരിടുക എന്നൊക്കെ പറഞ്ഞാൽ നല്ല ശരീരമില്ലേ? പൊണ്ണാന്നായാലോ? പൊണ്ണാണോ? അദ്ദേഹത്തിന്റെ മുഖത്തോക്കി പൊണ്ണാന്ന് വിളിച്ചാൽ അദ്ദേഹത്തിന്റെ രസാവില്ലാന്ന് മാത്രമല്ല തൽക്ഷണം നിന്റെ കഥ കഴിക്കാനായിട്ട് അദ്ദേഹം കൈയ്യെടുക്കും. ആ കൈയ്യെടുക്കണ കാറ്റടിച്ച നിന്റെ കഥ കഴിക്കും. എന്താ വേണ്ടത്? അല്പം ബഹുമാനത്തോടെ വിളിക്കുക. എന്താ? പൊണ്ണബ്രാഹ്മണാന്ന് വിളിക്കുക. പൊണ്ണബ്രാഹ്മണാന്ന് വിളിക്കുക. എവിടുന്ന? ഭീമന്റെ അടുത്ത് വന്ന ബ്രാഹ്മണർ പ്രകാരം അറിയിച്ചില്ലേ? അല്ലേ പൊണ്ണബ്രാഹ്മണൻ. ഭീമനെന്തങ്ങനെ കേട്ടത്? പൊണ്ണ ബ്രാഹ്മണാണോ? എന്താ ബ്രാഹ്മണരാ? എന്താ നിങ്ങൾക്ക് വേണ്ടത്? അല്ല ഞങ്ങള് അങ്ങയുടെ ശരീരം കണ്ടപ്പോ അങ്ങനെയാണോ വിളിക്കേണ്ടത്? അല്ല അങ്ങേക്ക് സാധിച്ചാൽ വില്ല് കൊലപ്പിച്ച് ഈ കന്യകയെ രക്ഷിക്കണം. ഇത് അങ്ങനെ പെട്ടെന്ന് നിർത്താൻ സാധിക്കില്ല. ഒരു ദിക്കിൽ എത്തിയാലേ ഇത് നിർത്താനും സാധിക്കുള്ളൂ. ഇത് എവിടെങ്കിലും കൊണ്ട് നിർത്താനും സാധ്യമില്ല. അങ്ങ് വില്ല് കൊലപ്പിച്ചാലേ ഇത് നിർത്താനായിട്ട് സാധിക്കുള്ളൂ. അങ്ങ് വില്ല് കൊലപ്പിച്ച് ഈ കന്യകയെ രക്ഷിക്കണം എന്ന് പ്രകാരം പറഞ്ഞതും ഭീമസേനനാകട്ടെ ഞാൻ തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധമില്ല. എന്നാൽ അവിടെ ഒരാളുണ്ടെന്ന് പറഞ്ഞ് വേഷപ്രച്ഛന്നനായ അർജുനനെ കാണിച്ചു കൊടുത്തുകൂടാ. അവിടെ ചെന്ന് ഞാൻ പറഞ്ഞതാണെന്ന് അറിയിക്കുക. എന്താ അദ്ദേഹത്തിന്റെ പേര്? അദ്ദേഹത്തിന്റെ പേര് അർജുനൻ എന്ന് പറയാൻ സാധ്യമില്ല. അദ്ദേഹത്തിന്റെ പേര് സുന്ദര ബ്രാഹ്മണൻ. സന്തോഷായി. അവിടെ നിന്ന് ഇങ്ങനെ പുറപ്പെട്ട ബ്രാഹ്മണരാകട്ടെ അർജുനന്റെ അടുത്ത് വന്ന പ്രകാരം അറിയിച്ചില്ലേ? അല്ലേ സുന്ദര ബ്രാഹ്മണൻ അങ്ങ് ആരാണെന്ന് ഞങ്ങൾക്ക് നിശ്ചയം ചെയ്യാം. പക്ഷേ ആ പൊണ്ണബ്രാഹ്മണൻ പറയണ്ടായത് അങ്ങ് വില്ല് കൊലപ്പിക്കാൻ പ്രാപ്തനാണെന്നാണ്. അങ്ങേക്ക് സാധിച്ചാൽ വില്ല് കൊലപ്പിച്ച് ഈ കന്യകയെ രക്ഷിക്കണമെന്ന് പ്രകാരം പറഞ്ഞതും അർജുനനാകട്ടെ പതുക്കെ തന്റെ സിംഹാസനത്തൊന്നും എഴുന്നേറ്റു. ഒരു വിധം സമയമായിട്ടുണ്ട്. ഇനി അധികം കൊണ്ട് ദുഃഖിപ്പിക്കണ്ടെന്ന് കരുതിയിട്ട് തന്റെ സിംഹാസനത്തൊന്നും എഴുന്നേറ്റു എന്ന് മാത്രമല്ല ജ്യേഷ്ഠനായിട്ടുള്ള ധർമ്മപുത്രരുടെ മുഖത്തേക്കൊന്നും അങ്ങനെ നോക്കി. ധർമ്മപുത്രരാകട്ടെ തന്റെ മുഖം കൊണ്ട് മൗനാനുവാദം കൊടുക്കാണ്ടായത്. മുഖം കൊണ്ട് അനുവാദം അങ്ങനെ കൊടുത്തു എന്ന് മാത്രമല്ല അതിനുശേഷം സത്യഭാമായുക്തനായി ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണൻ സദസ്സിൽ എങ്ങനെ ഇരിക്കണ്ട ആ ഭഗവാന്റെ മുഖത്തേക്കൊന്നും അങ്ങനെ നോക്കി. ഭഗവാനാകട്ടെ തന്റെ മന്ദസ്മേരം കൊണ്ട് കടാക്ഷിക്കേണ്ടായത്. തന്റെ മന്ദസ്മേരം കൊണ്ട് അർജുനനോട് അറിയിച്ചു. തന്റെ അനുവാദം അങ്ങനെ അറിയിച്ചു എന്ന് മാത്രമല്ല അർജുനനോ അത്യധികം സന്തോഷത്തോടുകൂടെ വർദ്ധിപ്പിക്കണമെന്ന പ്രകാരം നിശ്ചയിച്ചുകൊണ്ട് സത്യഭാമയോടുകൂടെ പുറപ്പെട്ട അർജുനനെ കൊണ്ട് വില്ലുകുല